തിരുവനന്തപുരം എംപിയും കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ കേരള ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. വിവാദമാക്കിയത് ഇവിടുത്തെ മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ്. പറഞ്ഞ കാര്യം എന്താണെന്ന് നമ്മൾ പരിശോധിക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റു ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു. പിണറായി വിജയൻ ഗവൺമെന്റ് തുടർച്ചയായിട്ട് 3-ാം തവണയും കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ള പേരിൽ. അതിന് കാരണമായിട്ട് ഞാൻ പറഞ്ഞത് 4 കാര്യങ്ങളാണ്. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിന് വ്യവസായ സൗഹൃദമാക്കാൻ പിണറായി ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് തരൂരും പറഞ്ഞത്. എനിക്ക് വലിയ സന്തോഷം തോന്നിയ കാര്യം അതാണ്. ഞാൻ പറഞ്ഞ ഒരു കാര്യം തരൂർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ നമ്മളെക്കാളും എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കത് ഞാൻ പറഞ്ഞ കാര്യം വാലിഡേറ്റ് ചെയ്യപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഈ വ്യവസായ സൗഹൃദം അതിലേക്ക് നമുക്ക് പോവാം. കേരളം യഥാർത്ഥത്തിൽ ഒരു 6-7 വർഷം മുമ്പ് ഇന്ത്യയിൽ 22-ാം സ്ഥാനത്തായിരുന്നു വ്യവസായ സൗഹൃദത്തിന്റെ കാര്യത്തിൽ. അതായത് ഇന്ന് മണിപ്പൂർ പോലുള്ള സ്റ്റേറ്റുകളുണ്ടല്ലോ, അവർക്കൊപ്പമായിരുന്നു കേരളം. മണിപ്പൂരിലൊന്നും വ്യവസായം ഇല്ല, ആ സ്റ്റേറ്റുകൾക്കൊപ്പമായിരുന്നു കേരളത്തിന്റെ റാങ്കിങ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോ ഈ ഇടയ്ക്ക് UN ഉൾപ്പെടെ ഏഷ്യയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള ആവാസ വ്യവസ്ഥയുള്ള സ്റ്റേറ്റുകളിൽ ഒന്നായിട്ട് കേരളത്തിന് തെരഞ്ഞെടുത്ത് ഏഷ്യയിലാണ്. ഇതൊക്കെ ഗൂഗിൾ ചെയ്ത് അറിയാവുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇനി ഇന്ത്യ ഗവൺമെന്റിന്റെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങൾക്ക് ഒരു റാങ്കിംഗ് ഉണ്ട്. അതിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് എന്ന് പറയും. ഇതിലും കേരളം 20-ന് മുകളിലുള്ള റാങ്കിൽ ഏറ്റവും പിന്നോക്കമായിരുന്നു. ഇന്ന് കേരളം 1-ാം സ്ഥാനത്താണ്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ, കേരളമാണ് 1-ാം സ്ഥാനത്ത് ഇപ്പോൾ, കേരളവും ആന്ധ്രാപ്രദേശും. അപ്പൊ ഈ തരത്തിൽ കേരളത്തിനെ മാറ്റിയത് തീർച്ചയായിട്ടും പിണറായി വിജയൻ ഗവൺമെന്റിന് മാത്രമാണ് പിന്നീട് പങ്ക് അവകാശപ്പെടാൻ പറ്റുന്നത്. കാരണം ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ആരാധകനൊന്നും അല്ല. പക്ഷെ യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യമാണ് ശശി തരൂർ പറഞ്ഞത്. അപ്പോൾ ഈ യാഥാർത്ഥ്യം പറയുമ്പോൾ അദ്ദേഹത്തിന് വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട കാര്യമില്ല. മറ്റ് ഭരണവുമായിട്ട് ബന്ധപ്പെട്ട പല മേഖലകളിലും പ്രശ്നങ്ങളുണ്ട്, ക്രമസമാധാനത്തിൽ ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം നമ്മൾ സമ്മതിച്ചുകൊണ്ട് തന്നെ ഈ നേട്ടമാണ്. അത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ മാത്രം നേട്ടമാണ്. കാരണം ഇതുവരെ പല പാർട്ടികൾ കേരളം ഭരിച്ചിട്ടും എല്ലാ കാലത്തും നമ്മൾ വ്യവസായ വൽക്കരണത്തിന്റെ കാര്യത്തിലും വ്യവസായ സൗഹൃദത്തിന്റെ കാര്യത്തിലും ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കമായിരുന്നു. ആ അവസ്ഥയ്ക്ക് ഇപ്പോൾ മാറ്റം വരുന്നു. അതാണ് സത്യം. അതാണ് തരൂർ പറഞ്ഞത്.